നമസ്കാരം. ഈ ഓണക്കാലത്ത് റിലീസ് ചെയ്ത 3 ചിത്രങ്ങൾ, അതിൽ 2 ചിത്രങ്ങൾ ഭയങ്കര വിജയമായി. ഒന്ന് കുടുംബ പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിച്ച ഹൃദയപൂർവ്വം, മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രം. മറ്റൊന്ന് ലോക, മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ വേഫെയർ നിർമ്മിച്ച ലോക പുതിയ ചെറുപ്പക്കാരുടെ ഒരു സംഘമാണ്. നസ്ലിനും കല്യാണി പ്രിയദർശനും ചന്തു സലീമും ഒക്കെ അഭിനയിക്കുന്ന ലോക ഒരു വമ്പൻ ഹിറ്റായി, അതും ജനങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു ദുഃഖകരമായ കാര്യം, ഈ സിനിമയെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ആരാധകർ പലതരത്തിലും പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെ ആവശ്യം, യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് രണ്ടും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥയും 2 തരത്തിലുള്ള താരങ്ങളുടെ ഒരു സിനിമകളാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഓണക്കാലത്ത് അത് കൊള്ളാമെന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് സിനിമകളൊന്നും നിൽക്കില്ല. അത് അങ്ങനെ ആ വിജയത്തിൻ്റെ, അങ്ങനെയാണ് മലയാളത്തിൻ്റെ ഒരു ശൈലി. പക്ഷെ ഈ ഓണക്കാലത്ത് വന്ന ഈ ലോക എന്ന സിനിമ യുവതലമുറ ഏറ്റെടുക്കുകയും അതൊരു വമ്പൻ ഹിറ്റായി കേരളത്തിലും കേരളത്തിന് പുറത്തും ലോകത്തെമ്പാടും അതൊരു വിജയക്കൊടി നാട്ടുന്ന പോലെ, അതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയായിരിക്കാം, അങ്ങനെ അതിനൊരു പ്രത്യേക വിജയം കൊണ്ടുവന്നു. അത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ്. മോഹൻലാൽ സിനിമ മികച്ചതാണ്, ഫാമിലി എൻ്റർടൈൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എപ്പോഴും വിജയക്കുതിപ്പിൽ മുമ്പ് നിൽക്കുന്നത്. ഇത്തവണ ഇങ്ങനൊരു സിനിമ അഭൂതപൂർവമായ ഒരു വിജയം നേടി. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഒരു മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന, ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാൽ ഈ സിനിമയിൽ ഹൃദയപൂർവ്വത്തിൽ അവതരിപ്പിക്കും. അദ്ദേഹത്തിന് ഹൃദയം നൽകിയ ആളിൻ്റെ മകളോടും ഭാര്യയോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഭാവപ്രകടനങ്ങളും ആ ബന്ധവും ഒക്കെ അത് മോഹൻലാലിൻ്റെ പെർഫോമൻസിൽ മാത്രം നിറഞ്ഞു നിന്ന് ആളുകൾ ആസ്വദിച്ച് എൻ്റർടൈൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിനെ ആ തലത്തിൽ, ആ നിലയ്ക്ക് തന്നെയാണ് കാണേണ്ടത്. ലോക പോലെ ഒരു സൂപ്പർ ഹ്യൂമൻ, അതായത് മനുഷ്യനും അതീതമായി, അതായത് ഒരു അപകടത്തിൽപ്പെടുന്ന ആളിനെ പറന്നു വന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു രക്ഷീസങ്കല്പം, ശത്രുവിനെ ഇടിച്ച് നിർത്താൻ കഴിയുന്ന, ഏത് ശത്രുവിനെയും തരിപ്പണമാക്കാൻ കഴിയുന്ന ഒരു രക്ഷീസങ്കല്പം, അങ്ങനത്തെ ഒരു സൂപ്പർ ഹ്യൂമൻ സിനിമയുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യേണ്ട. അതൊരു വേറൊരു തരത്തിലുള്ള വിജയമാണ്. ഈ 2 സിനിമയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവ വിജയിച്ചു എന്നാണ് ഈ ഓണക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ ലൂസിഫറിനെയൊക്കെ പോലെ 4 ഭാഗം അല്ലെങ്കിൽ 3 ഭാഗം വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ലോക. അതിൻ്റെ ചന്ദ്ര എന്ന് പറയുന്ന ഒരു വെർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിന് ഒടിയൻ സങ്കല്പത്തിലുള്ളതുണ്ട്, മൂത്തോൻ എന്ന് പറയുന്ന വേറൊരു സങ്കല്പത്തിലുണ്ട്. അങ്ങനെ അത് 4 ഭാഗമാണ് അതിൻ്റെ. ആ 4 ഭാഗത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഈ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 250 കോടി ക്ലബിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് അതൊരു ചരിത്രപരമായ നേട്ടമാണ്, യുവതലമുറയുടെ, പുതിയ തലമുറയുടെ നേട്ടമാണ്. ഒക്കെ അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതൊരു വിജയത്തെ എപ്പോഴും നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ സിനിമ വിജയിക്കുകയും അതിൻ്റെതായ ന്യായമായ തരത്തിൽ അതിൻ്റെ വിജയവും 50 കോടി ക്ലബിലേക്ക് അതിൽ വീണ്ടും അത് ജൈത്രയാത്ര തുടരുകയാണ്. അപ്പോൾ ഒരു നടൻ മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു സിനിമയും ഒരു സൂപ്പർ ഹ്യൂമൻ പെർഫോമൻസ് കൊണ്ട് വരുന്ന ഒരു അത്ഭുത സിനിമയും തമ്മിലുള്ള, അതിനെ മാറ്റുരയ്ക്കേണ്ട അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. 2 തലങ്ങളിൽ നിന്ന് അതിൻ്റെ യാത്ര തുടരുകയാണ്.